2024 റോയൽ റമ്പിളിൻ്റെ നമ്മുടെ കയ്യിലുണ്ടാവുന്ന, അതായത് നമ്മുടെ ഒരു കയ്യിലുണ്ടാവുന്ന ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. എല്ലാ പ്രാവശ്യവും ഒരു പ്രഡിക്ഷൻ അതുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും തെറ്റിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതായത് റോയൽ റമ്പിളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അതായത് എവിടെ വെച്ചാണ് നടക്കുന്നത്, ഏത് സമയത്താണ് നടക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് കാണാം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും മാക്സിമം കയറി ആ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഏത് ചാനലിലൂടെ WWE കാണാൻ സാധിക്കും, ഏത് ആപ്പിലൂടെ WWE കാണാൻ സാധിക്കും, അതുപോലെ തന്നെ WWE അതായത് റോയൽ റമ്പിൾ എന്ന് പറഞ്ഞ ഈ ഒരു ഷോയുടെ റിപ്പീറ്റ് എപ്പോൾ ഉണ്ടാകും, എല്ലാ ഡീറ്റെയിൽസും ആ ഒരു വീഡിയോയിലുണ്ട്. മാക്സിമം എല്ലാവരും കയറി കാണാൻ ശ്രമിക്കുക. പിന്നെ കറക്റ്റ് ടൈമും എല്ലാം ഒരു വീഡിയോയിലുണ്ട്. സോ മാക്സിമം കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് ഇനി മാച്ച് പ്രഡിക്ഷനിലേക്ക് കിടക്കാം. ഇതെൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി. ഈ ഒരു റോയൽ റമ്പിളിൽ തന്നെ ഏറ്റവും ലെസ് ഫേവറേറ്റ് മാച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു മാച്ചാണ് ലോഗൻ പോൾ വേഴ്സസ് കെവിൻ ഓവൻസ് മാച്ച്. ഇതിൽ ആര് വിജയിക്കും ചോദിച്ചാൽ കറക്റ്റായിട്ട് ഒരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ലോഗൻ പോളിന് സാധ്യതയുണ്ട്, കെവിൻ ഓവൻസിന് സാധ്യതയുണ്ട്. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കെവിൻ ഓവൻസ് ഈ ഒരു മാച്ച് വിജയിക്കണമെന്നാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, US ചാമ്പ്യൻഷിപ്പ് ഒരു മിഡ് കാർഡ് ടൈറ്റിലാണ്. എല്ലാ ആഴ്ചയിലും ഷോയിൽ ഉണ്ടാകേണ്ട ഒരു ടൈറ്റിലാണ്. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ ആ ഒരു ടൈറ്റിൽ ഷോയിലേ ഇല്ല. കാരണം ലോഗൻ പോൾ വല്ലപ്പോഴുമാണ് WWEയിലേക്കൊക്കെ വരുന്നത്. ലോഗൻ പോളിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല. കാരണം അദ്ദേഹം ഒരു പാർട്ട് ടൈമറാണ്. WWE ഒരു അട്രാക്റ്റീവ് ഫാക്ടറായിട്ടാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് ജോലി അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. WWEയുടെ മിസ്റ്റേക്കാണ് അദ്ദേഹത്തിന് ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുത്തതും അതുപോലെ തന്നെ അദ്ദേഹം ഈ രീതി വരാതിരിക്കുന്നു. അതെല്ലാം WWE ഒരു മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കെവിൻ ഓവൻസ് വിജയിക്കണമെന്നാണ്. പക്ഷേ അത് നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. എൻ്റെ ഒരു പ്രഡിക്ഷൻ, അതായത് എൻ്റെ ഒരു ആഗ്രഹം കെവിൻ ഓവൻസ് വിജയിക്കണമെന്ന്. പക്ഷേ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോഗൻ പോൾ ഈ ഒരു മാച്ച് വിജയിക്കുമെന്ന്. ഒരു അട്രാക്റ്റീവ് ഫാക്ടർ എന്ന നിലയിൽ ലോഗൻ പോളിന് റസൽമേനിയുമായിട്ട് ബന്ധപ്പെട്ട് WWEയുടെ കയ്യിൽ നല്ല പ്ലാനുകൾ കാണും. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഈ ഒരു മാച്ച് ലോഗൻ പോൾ വിജയിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ ലോഗൻ പോൾ വിജയിക്കും. ഇനി മറ്റൊരു മാച്ചാണ് ഫേറ്റൽ ഫോർവേ മാച്ചും റോമൻ റീഡ്സ്, റാൻഡി ഓർട്ടൻ, AJ സ്റ്റൈൽസ് LA നൈറ്റ് മാച്ച്. സോ ഈ ഒരു മാച്ചിൽ ആര് വിജയിക്കും ഞാൻ വലിയ പ്രഭാഷണമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന്. കാരണം റസൽമേനിയ അടുത്ത് വരികയാണ്. ആ ഒരു സമയത്ത് റോമൻ റീഡ്സിനെ എന്തായാലും WWE തോൽപ്പിക്കത്തില്ല. എന്തായാലും ഈ ഒരു മാച്ച് വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത റോമൻ റീഡ്സ് തന്നെയാണ്. എൻ്റെ ഒരു പ്രഡിക്ഷനും റോമൻ റീഡ്സ് ആണ്. സോ ഈ ഒരു മാച്ചിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത മാച്ചിലേക്ക് കിടക്കാം. അടുത്ത മാച്ചാണ് 30 വുമൻസ് റോയൽ റമ്പിൾ മാച്ച്. സോ ഈ ഒരു വുമൻസ് റോയൽ റമ്പിൾ ആര് വിജയിക്കും എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. വുമൻസ് റോയൽ റമ്പിൾ മാത്രമല്ല, മെൻസ് റോയൽ റമ്പിളിലാണെങ്കിലും ഏത് റോയൽ റമ്പിളിലാണെങ്കിലും ആര് വിജയിക്കുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് വളരെ പാടാണ്. സോ കുറേ നാളായിട്ട് പറഞ്ഞു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് ബെയ്ലിയുടെ പേരാണ്. ഇത് ബെയ്ലി റോയൽ റമ്പിൾ വിജയിക്കുമെന്നാണ്. പക്ഷേ ഇത്രയും നാളുകൊണ്ട് പറഞ്ഞു കേൾക്കുന്നതുകൊണ്ട് WWE എന്തെങ്കിലും സർപ്രൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബെയ്ലി ഈ ഒരു റോയൽ റമ്പിൾ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു റോയൽ റമ്പിൾ ജെയ്ഡ് ഗാർഗിൽ വിജയിക്കുമെന്നാണ്. കാരണം ഡെബ്യൂട്ട് തന്നെ ജെയ്ഡ് ഗാർഗിലിന് ഒരു വേറെ ലെവൽ സൂപ്പർ സ്റ്റാറായിട്ട് WWE കാണിക്കാൻ സാധ്യതയുണ്ട്. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ജെയ്ഡ് ഗാർഗിൽ ഈ ഒരു റോയൽ റമ്പിൾ വിജയിക്കുമെന്നാണ്. ബെയ്ലിയുടെ സാധ്യത ഞാൻ തള്ളിക്കളയുകയാണ്. കാരണം കുറേ നാളായിട്ട് കേൾക്കുന്നു ബെയ്ലി വിജയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. സോ ഇങ്ങനെ കുറേ നാളായിട്ട് കേട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ട്രിപ്പിൾ എച്ച് ഇങ്ങനെ ചെയ്യാറില്ല. അദ്ദേഹം എപ്പോഴും അതിലൊരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിക്കും. സോ ഇവിടെ ഈ ഒരു ട്വിസ്റ്റ് നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ബെയ്ലി വിജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ബെയ്ലി ഡിസേർവിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ബെയ്ലി ഒരു റോയൽ റമ്പിൾ പോലും വിജയിച്ചിട്ടില്ലെന്ന്. സോ ഈ ഒരു റോയൽ റമ്പിൾ ബെയ്ലി ഡിസേർവിംഗ് ആണ്. വിജയിച്ചാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഇനി മെൻസ് റോയൽ റമ്പിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ മെൻസ് റോയൽ റമ്പിൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏതാണ്ടൊക്കെ അറിയായിരുന്നു കോൾ റോഡ്സ് ആ ഒരു റോയൽ റമ്പിൾ വിജയിക്കുമെന്ന്. പക്ഷേ ഇപ്രാവശ്യം പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. CM Punkന്റെ പേരുണ്ട്, ഡ്രൂ മക്കിൻ്റെയറുടെ പേരുണ്ട്, റോക്കിൻ്റെ പേരുണ്ട്, അതുപോലെ തന്നെ കുറച്ചധികം സൂപ്പർ സ്റ്റാർസിൻ്റെ പേരുണ്ട്. അതായത് കോൾ റോഡ്സിൻ്റെ തന്നെ പേര് വീണ്ടും പറഞ്ഞു കേൾക്കുന്നു. അദ്ദേഹം ഫിനിഷ് ദ ഷോ ചെയ്യാൻ ഒരു മാച്ച് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന്. സോ ഇങ്ങനെ സംശയത്തിൽ കിടക്കുകയാണ് ആര് വിജയിക്കുമെന്ന്. എന്നാലും എടുത്ത് നിൽക്കുന്ന രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് CM Punkും 2 റോക്കുമാണ്. സോ എനിക്ക് തോന്നി ഒരു റോയൽ റമ്പിൾ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് എനിക്ക് തോന്നിയൊരു പേരെന്ന് പറയുന്നത് ദി റോക്ക് തന്നെയാണ്. റോക്ക് വിജയിച്ച് റസൽമേനിയയിൽ റോമൻ റീഡ്സിനെ നേരിടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ദി റോക്കാണ്. സോ ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോയുടെ കാര്യം നിങ്ങൾ മറക്കണ്ട. കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക.